ഹലോ ഗൈസ്, ഗുണിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ നറൂട്ടോയുടെ 8 പാർട്ട് വീഡിയോ ആണ് ഗൈസ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. അടുപ്പിച്ച് മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതനുസരിച്ച് റെസ്പോൺസ് ഇടാം ഗൈസ്. ഇതാണല്ലേ എൻ്റെ ഡിസ്ട്രാക്ഷൻ അവർക്ക്. ഓക്കെ, ലീഫാൻ്റെ സാധനത്ത് എന്തോന്ന് ഞാൻ വായിച്ചില്ല. നേരത്തെ കഴിഞ്ഞതിനകത്ത് നമ്മൾ സാസുകയും കാലമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇനി ചിലപ്പോൾ നറൂട്ടോയും കയറി വീണ്ടും മോസ്റ്ററുമായിട്ടായിരിക്കും ഫൈറ്റ്. അല്ല, സാസുകയുടെ പുറകില്ല, ആരുടെ പുറകില്ല പോകണം. കറക്റ്റായിട്ട് അറിയത്തില്ല, നോക്കട്ടെ. ഇതൊക്കെ നമുക്കറിയാം. ഇത് ഫക്കൂൺ പട്ടിക്കുട്ടിയാണ്. ഫക്കൂടെ പറയാൻ എന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു തരാവേ. അതായത് നമ്മുടെ സാസുകെ ട്രെയിൻ ചെയ്തിട്ട് ഗാരേനെ ഗാരയായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നിന്നപ്പോൾ ഗാരയുമായിട്ട് അടിയുണ്ടായി. മറ്റേ ഗാരേനെ അടിച്ചിട്ട് ഗാരയെ അടിച്ച് തറയിട്ട് കൊല്ലാൻ വേണ്ടി ഗാരയുടെ പുറകെ പോയി. അപ്പോൾ ഗാരയുടെ മറ്റേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ ഒരു ടൈറ്റീന അവളും മറ്റേ അവൻ്റെ ചേട്ടനും ഗാരേനെ കൊണ്ടുപോയി കാട്ടിക്കൂടെ ഒളിപ്പിക്കാൻ നോക്കുമ്പോൾ പുറകെ ഒന്ന് സാസുക കൊല്ലാൻ പോയി. അങ്ങനെ കൊല്ലാൻ പോയപ്പോൾ സാസുകയെ തിരക്കി നറൂട്ടോയും ഈ സാക്കുറയൊക്കെ പോകണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കാക്കാഷിയുടെ ഫക്കൂൺ പട്ടിയും കൂടെ പട്ടി സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണം. അപ്പോൾ പട്ടിയുടെ കൂടെ നറൂട്ടോയും പോകണം. അത്രേ ഉള്ളൂ. പറഞ്ഞു തീർത്തപ്പോഴേക്ക് സ്ഥലത്തെത്താറായി. ഇതാണ് കഥ. നറൂട്ടോ കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ ഈ കളിക്കുവാണെങ്കിൽ നല്ല രസമാണ്. കാരണം അതിലെ വിഷ്വൽസ് അതേപോലെ തന്നെ വെച്ചേക്കുന്നു. ഇത് ഫക്കൂൺ പട്ടിക്കുട്ടി അടുത്തെത്തി. ഇതിലോട്ട് ഒരു മരത്തിൽ പോലും നമ്മൾ ഇടിച്ചിട്ടില്ല, അതാണ് വൈബ്. നമ്മൾ അടുപ്പിച്ച് വീഡിയോ ഇടാൻ നോക്കുന്നുണ്ടേ. പിടിക്കാം. അയ്യോ ഞാൻ പറയണ്ടായിരുന്നു അങ്ങനെ. കറക്റ്റ് സമയത്ത് ഇടിച്ചു. അടുത്തെത്താറായി. അത് കുഴപ്പമില്ല, നമ്മൾ ഇപ്പം അടുത്തെത്തും. ഓക്കെ, അടുത്തെത്താറായി. ഒരു മരത്തിന് വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം. അടുത്ത മരത്തിൽ പിടിക്കും. ഇല്ല, അടുത്ത മരത്തിൽ പിടിക്കും. അയ്യോ, പിടിച്ച് രണ്ടും കൂടെ ഒന്നിച്ച് പോകണം. ക്യാച്ച് ടാർഗറ്റ്. നറൂട്ടോ കറങ്ങി പോയി. അങ്ങനെ പോയി അടുത്ത നോക്കട്ടെ. ഇപ്രാവശ്യവും 3 കളിക്കുന്നുള്ളൂ, 3 4. പെട്ടെന്ന് ഈ ഒരു സീരീസ് നിർത്തണം. ഫോണിന് പണി കിട്ടി തുടങ്ങി. ലാഗൊക്കെയുണ്ട് ഈ ഗെയിം കാരണം. ലാഗ് കാരണം നല്ല GB 3.5 GB. അതുകൊണ്ട് നല്ല ലാഗായിരിക്കും. സൗണ്ട് കുറവാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയാണ്. ലോഡാകു. രാത്രി വല്ലതായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണുമ്പോൾ. അപ്പോൾ ഫ്രീ ഫയർ എൻ്റെ കൂടെ 1v1 കളിക്കാൻ ആഗ്രഹമുള്ളവർ താഴെ നിങ്ങളുടെ ID ഇട്ടാൽ മതി. അടുത്തെന്തോടെ അബുറാമി ക്ലാൻ. അബുറാമി ഞാൻ എവിടെ കേട്ട പോലെ. ചിലപ്പോൾ സീരീസ് ആണെന്ന് ഇടയ്ക്ക് കണ്ട് ഓർമ്മയിട്ട് കാണും. Okay, still water from the
വൺ ടൈൽ മോൺസ്റ്റർ വേഴ്സസ് ഗാര അല്ലല്ല ഗാമ. ഓക്കെ, പെട്ടെന്ന് കളി തീർക്കാൻ നോക്കും, കാരണം ഇത് കഴിഞ്ഞാൽ ഇനിയും കാണും ഉറപ്പാണ്. ഓ അത് തന്നെ ഗാര വേഴ്സ് ഇല്ല വേറെ നമുക്കൊരു ടാസ്ക് ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് 4 കാണും കേട്ടോ. ടാസ്കും കൂടെ കൂട്ടും. ടാസ്ക് ചെയ്യാൻ നോക്കട്ടെ. ചെയ്ത ടാസ്ക് ആണെങ്കിൽ അത് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടോ, ചെയ്ത ടാസ്ക് തന്നെ ചെയ്താ വേറെ വിട്ടുക്കുറിപ്പേ കൊനഹമാർ കൊനഹമാർ വിളിക്കുന്നുണ്ട്. ശ്രീറാം മിഷന് സാറ്റ് കളിക്കാനായിരിക്കും. ഒളിച്ചും പത്തും ഇതെന്തോ കിട്ടിയ അത് കിട്ടിയ. അപ്പോൾ കൊനഹമാരുമായിട്ടുള്ള വേണ്ട. ഈ 3000 സ്റ്റെപ്പ് വെച്ച് നമ്മൾ എത്ര ഇത് കളിച്ചെന്ന് നോക്കാം. ഇവിടെ ആയിരുന്നു അതേ സൈഡിൽ നമ്മൾ എന്തുവാ 8 കറക്റ്റ് 8 മണിക്കൂർ കളിക്കാറായി. പിന്നെ ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് 60 ആകാൻ പോകുന്നു. സ്റ്റെപ്പ് 4323. സൂപ്പർ 8 മണിക്കൂറാ. ഒത്തിരിയൊന്നും കളിച്ചിട്ടില്ല, പക്ഷേ ഹൈഡ് ആൻഡ് സീക്ക് റിവെഞ്ച് എന്ന് ഓളിത്തരം. ഓക്കെ, ബാക്കിയുള്ള ഇത് കൂടെ ചെയ്യാം. ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഗൈസ്. ഇതൊക്കെ ഈ ഒരു ഫൈറ്റ് നറൂട്ടോ സീരീസിൽ കാണുമ്പോൾ വമ്പ ഫൈറ്റ്. ഗാര നറൂട്ടും കൂടെ കിടന്നൊരു കാര്യമുണ്ട്. അതാണെന്ന് എനിക്ക് കറക്റ്റ് തോന്നിയിട്ടില്ല. അല്ല, വീണ്ടും അല്ല. ഓക്കെ, നറൂട്ടോ അങ്ങനെ അതും കൂടെ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, നമ്മൾ അടുത്ത മിഷൻ എത്ര മിനിറ്റ് എന്നൊരു വീഡിയോ ഇല്ല. അടുത്ത മിഷൻ ഞാനെങ്കിൽ നറൂട്ടോ വേഴ്സസ് ഗാര ഇതാണോ? ഓക്കെ, ഞാൻ വിചാരിച്ചു ഈ ലാസ്റ്റത്തെ ആയിരിക്കുന്നത്, പക്ഷെ ഇതാ. ഇതാ എനിക്കിത് ചെയ്താൽ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ ചെയ്യണം. സീറാങ്ക് എന്തോ ഇത് കംപ്ലീറ്റ് ആക്കിയതാണോ? കംപ്ലീറ്റ് ആക്കിയതാണ്. ഞാൻ നേരത്തെ കംപ്ലീറ്റ് ആക്കാന്ന് വെച്ചതൊക്കെ ഞാൻ തിരിഞ്ഞു പോലും നോക്കാത്തതുകൊണ്ട് കൊള്ളാം. സമയത്ത് ഉപയോഗിക്കുക. ഏറാങ്ക് മിഷൻ ഈ സഭയിൽ ഏറാങ്ക് കിട്ടി. ഏറാങ്ക് എന്ന് വെച്ചാൽ വലുതല്ലേ? ഏറാങ്കാണോ എസ്റാങ്കാണോ? ഇത് ഏക്ക വലുത് നോക്കട്ടെ. ഇതിപ്പോൾ ചെയ്യണ്ട. നമുക്ക് അതും കൂടെ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതാണെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും എൻ്റെ സൗണ്ട് കൊള്ളാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടായിരിക്കും മിക്കവാറും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇതല്ല ഷെയ്പ്പ് വീണ്ടും തേമ്പി. കുഴപ്പമില്ല, നാളത്തെ വീഡിയോയ്ക്കകത്ത് അത് കാണുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫയർ ബോൾ ജീൻസ് ആണ് ചെയ്തോറിയാന്ന് വിചാരിച്ചു. അടുത്തു വാ അടി. ഏത് കാര്യം വന്നാലും നറൂട്ടോ അടിച്ചിടും. ഇത് തന്നെ ഉപയോഗിക്കാം. ദീടാ ഇവനെല്ലാം തടയുക. നറൂട്ടോ ഇനി റെസിങ്ങിന് എപ്പോഴാണാവോ പഠിക്കുന്നത്? ഇതെന്ത് ഇത്? ഇതിനെക്കാലം ഫയർ ബോൾ ജീൻസോ? ഞാൻ വിചാരിച്ചു ചെയ്തു. രണ്ടിനടിച്ച് ഒന്നിച്ചിട്ടടിച്ച്.
ആ ഒരാൾ പോയി, എനിക്ക് വയ്യേ. അതും പൊട്ടി. ഇപ്പം അതും പൊട്ടി. കുറച്ചും കൂടെ എടുത്തു വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ മാറി നിന്ന് ചവിട്ടി കറയുന്നൊരൊറ്റ ചവിട്ട്. നറൂട്ടോടെ ഫുൾ പവർ എടുക്കട്ടെ, ഫുൾ പവർ എടുക്കട്ടെ. അതാണ് എനിക്ക് വേണ്ടത്. സമ്മതിക്കുകയില്ല. വേണ്ട. എടാ ഇവനാള് അയ്യോ ബട്ടൺ മാറി നീങ്ങി. ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് മറ്റേ ഗൂഗിളിൽ നിന്നാണ് നോക്കിയത്. പൈസ തീടാ അവനെന്തോ പവർ. ഡീ ഞാൻ എന്ത് നമുക്ക് പറ്റുമോ? നമ്മൾ ഒറോച്ചിമാറുമായിട്ടൊരു ഫൈറ്റ് ചെയ്തില്ലേ? ആ ഫൈറ്റ് അത് ഒറോച്ചിമാറും ഇങ്ങനെ ഒരുമാതിരി എന്താ പാമ്പഴുതാണോ കഴിഞ്ഞില്ല. അത് പറ്റത്തില്ല കേട്ടോ, നമുക്ക് പറ്റത്തില്ല. അത് ഗെയിമിൽ അവർക്കും ആ ഒരു ഇതിന് മാത്രമേ പറ്റത്തുള്ളൂ. ഫയർ ബൈക്ക് റൂട്ടോടെ കളിക്കും. സമ്മതിക്കത്തില്ലണ്ട. എന്നാൽ ഞാനും പോവും ഇങ്ങനെ. എടാ ഞാൻ ചാടുമ്പോൾ എന്താടാ അങ്ങനെ വരുന്നത്? അങ്ങോട്ട് വന്നിട്ട് ഈ എറിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വിളി. ഇനി എറിഞ്ഞെറിഞ്ഞ് കളിക്കാൻ പോകും. അയ്യോ എടേ ഇങ്ങനല്ല. ഓക്കെ അവൻ മറ്റേ വലിയ പവർ ഉപയോഗിച്ച് ആ വാക്കും മൂടും. ഇനി കിട്ടാൻ പറ്റത്തില്ല. എന്നാലും നമ്മളിങ്ങനെ കളിക്കത്തുള്ളൂ. നമുക്കിങ്ങനെ ഒരു രസമാണ്. ഇതൊക്കെ ഒരു ഫണ്ണാണ്. ഇങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഒത്തിരി വഴിയുണ്ട്. കാണിച്ചു തരാം. അതിലൊരു വഴി ഇതാണ്. ഇത്രയുള്ള കാര്യം. നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ കളിക്കുമ്പോൾ നമ്മളൊരു രസത്തിന് കളിക്കണം. കുറച്ച് സാസുകൾ ശരിയുണ്ട്. സാസ് കാണാൻ പ്രത്യേക ലുക്ക്. അവന് നറൂട്ടോടെ കുട്ടിക്കാലം കാണാൻ നല്ല ലുക്ക്. ഇപ്പം ലുക്കെല്ലാം കുറഞ്ഞ്. പണ്ട് അതായത് നറൂട്ടോയ്ക്ക് കുഞ്ഞിലെ നല്ല മുടിയാണ്. വളർന്ന് ഒക്കാകെ ആയിക്കഴിഞ്ഞു. അതും കഴിഞ്ഞ് എന്തുവാ ഇപ്പം മുടിയൊക്കെ കേട്ടാ മറ്റേ ഈ കുഞ്ഞു മുടി പറ്റയടിച്ച് വെച്ച പോലെ. നറൂട്ടോയുടെയൊക്കെ ഒരവസ്ഥ. നമ്മൾ മിലിറ്ററി ചേരുമ്പോൾ നമ്മൾ ഡീസൻ്റായിട്ടൊരു മുടി കിട്ടുമല്ലോ, അതേപോലെ അവൻ ഒക്കാകെ ആയപ്പോഴും ഡീസൻ്റായിട്ട് മുടി കിട്ടിയത്. വേറൊന്നുമില്ല. ഓക്കെ നമ്മൾ ഇനി അടുത്ത മിഷൻ ചെയ്യാൻ പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. അങ്ങനല്ല ഇൻട്രോ എടുക്കട്ടെ. അല്ല ഇൻട്രോ അല്ല, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, നറൂട്ടോ ഫാൻസിന് ഷെയർ ചെയ്യുക. ഇതെത്തുക ഒന്നും വേറൊന്നും ചെയ്യണ്ട, അത്ര ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിമിൻ്റെ ഇതെല്ലാം വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ പ്ലേലിസ്റ്റ് വരുന്നതായിരിക്കും. എന്നാൽ ബൈ, ശരി.